എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിപ്പോൾ കണ്ടിട്ട് ഏകദേശം കുറച്ചധികം ദിവസങ്ങളായിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് കരുതിയ ഒരു വ്ളോഗ് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓണമൊക്കെ ഇങ്ങോട്ട് അടുത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണൂരാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് കണ്ണൂർ ചെന്നിട്ട് ഈ ഓണത്തിരക്കും കാര്യങ്ങളും അലങ്കാരങ്ങളും ഈ തിരക്കും ഒക്കെ ഒന്ന് ജസ്റ്റ് എൻജോയ് ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രമായിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അല്ലെങ്കിലും ഈ ഉത്സവ സീസണിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ പ്രത്യേക തരം ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ പൊതുവേ ഈ സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 12 മണിയാകുമ്പോഴാണ് പോയത് കേട്ടോ. കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, അതുല്യ. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് മീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സമയത്താണ് കാണുന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരിട്ട് കാണുമ്പം പറയാൻ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് കയറിയത് സ്റ്റുഡിയോയിലാണേ. അവിടെ ഇതിനിടയിൽ ഓഫറും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കൂടുതലും സെയിലായി പോയി തോന്നുന്നു. വലിയ കളക്ഷനൊന്നും ഞങ്ങൾ പോയപ്പം കണ്ടിട്ടില്ല. ഓണത്തിന് പറ്റിയ നല്ല ഔട്ട്ഫിറ്റോ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ നല്ല വേറെ നൈറ്റ് സ്യൂട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ട് ആൻഡ് പിഞ്ചറസ്റ്റി വൈബുള്ള നല്ല നല്ല നൈറ്റ് സ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചന്തം നോക്കി നടക്കുക എന്നല്ലാണ്ട് ഞങ്ങൾ വേറെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു ക്രോപ്പ് ടോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എനിക്കതെന്തോ എനിക്ക് മാച്ച് ആവാത്ത പോലെ തോന്നി. അതുകൊണ്ട് അതവിടെ വിട്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ സ്റ്റുഡിയോയിൽ വന്നാൽ പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സ്റ്റൈൽ യൂണിയനിൽ കയറാതെ നമ്മൾ എങ്ങനെയാണ് പുറത്തു പോവുക. അപ്പോൾ അതുകൊണ്ട് സ്റ്റൈൽ യൂണിയനിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷെ അതും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തു, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ട്രിപ്പോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും ഒക്കേഷനൊക്കെ വരുമ്പോൾ അത് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതേ ഡ്രസ്സ് അവിടെ തന്നെ ഉണ്ടാവണേന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. അവിടെ നിന്ന് നല്ലൊരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കയറിയത് ജെൻസിൻ്റെ സ്റ്റോറിലായിരുന്നു. അപ്പോൾ അവിടുന്ന് പല പല വെറൈറ്റി കളക്ഷനും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിൻ്റെത്. കാണുമ്പോൾ നമുക്ക് ചിരി വരും, പക്ഷേ അതൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ട്രെൻഡുകൾ. അതിൽ അവളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓണത്തിന് സർപ്രൈസായിട്ട് കൊടുക്കാമെന്നാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു 3-4 കടയിൽ കയറിയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിനിടയിൽ ഞാൻ ചെരുപ്പ് വാങ്ങിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ ഐബ്രോ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കയറിയത് ഫാൻസിയിലായിരുന്നു. അവിടെ എത്തി പുതിയ പുതിയ ജ്വല്ലറിയൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ബാംഗിൾ കാണാൻ. ഭയങ്കര ഇഷ്ടമായി എനിക്കത്. ഇപ്പോൾ വാങ്ങിച്ചിട്ടില്ല, പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ തന്നെ വെച്ചു. ദെൻ 2-3 കമ്മലും ഇയറിങ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇന്നത്തെ കലാപരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ ഒരു കണ്ടക്ടർ കുട്ടികളെ നല്ല പോലെ വഴക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് സങ്കടമായി എനിക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ദയവ് ചെയ്തിട്ട് ലൈക്കും ചെയ്യുക. താങ്ക് യു.